നമ്മൾ ഓരോരുത്തരും നമ്മളെ തന്നെ ജഡ്ജ് ചെയ്യാറുണ്ട്. അപ്പൊ ആ ജഡ്ജ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ മാറ്റങ്ങൾ സ്വയം വരുത്തണമെന്ന് തോന്നിയിട്ടുണ്ട്? അച്ചടക്കം, ക്ഷമ. എങ്ങനെ? അച്ചടക്കം, ക്ഷമ. അച്ചടക്കം, ക്ഷമ രണ്ടുമില്ല. രണ്ടും മാറ്റണം കുറച്ചുകൂടി. ക്ഷമ തീരെ ഇല്ലാത്ത വ്യക്തിയാണെന്ന് തോന്നിയിട്ടുണ്ട്. തോന്നിയിട്ടുണ്ട്. അപ്പൊ ഈ അച്ചടക്കവും ക്ഷമയൊന്നും ഇല്ലാത്ത ഒരാളാണ് ജീവിതത്തിലേക്ക് ഒരു പെൺകുട്ടി വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അല്ല, അത് വരാൻ വേണ്ടിയാണ്, ഡിസിപ്ലിൻ ആകാൻ വേണ്ടിയാണല്ലോ നമ്മൾ ഒന്ന് മാറി കല്യാണത്തിലേക്ക് നോക്കുന്നത്. അപ്പൊ ഒരു അച്ചടക്കവും ക്ഷമയും കുറവുള്ള ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചാൽ അത് രണ്ടും ജീവിതത്തിൽ വരുമെന്നാണ് വിശ്വസിക്കുന്നത്. ക്ഷമയുണ്ടല്ലോ, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വൽ ആയിട്ടുള്ള ലവ് ഉണ്ടെങ്കിൽ അവിടെ എല്ലാം വരും. തന്നെ അച്ചടക്കവും ക്ഷമയും വരും. ഇപ്പൊ കല്യാണം കഴിച്ച എത്ര പേര് ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് കണക്കെടുത്ത് കഴിഞ്ഞാല് കുറവായിരിക്കും. ഒരു വീട്ടില് നല്ല 25 ലക്ഷം 50 ലക്ഷം സ്ത്രീധനം കൊടുത്ത് കെട്ടിയ ഒരു ഫാമിലിയിൽ പോലും പ്രശ്നങ്ങളുണ്ട്. മനസ്സിലായ? പ്രണയം വല്ലതും ഉണ്ടോ ഇപ്പോ? പ്രണയം വല്ലതും ഉണ്ടോ? കുറവാ, ഉണ്ട്. പക്ഷെ അതൊക്കെ എല്ലാം ഒരു ഫെയിമിന് വേണ്ടി ഒരുപാട് പേര് നമ്മളെ പ്രണയിച്ചിട്ടുണ്ട്. ഒന്നും സീരിയസ് ആയിട്ടില്ല. കാശും വാങ്ങിയിട്ടുണ്ടാവും ചിലപ്പോ. കാശും വാങ്ങി പറ്റിച്ചിട്ടുണ്ട്. ധാരാളം. എത്ര പേര്? ഒരാള്. എന്നാലും ഞാൻ പറഞ്ഞ ഒരുപാട് പേര് പറ്റിച്ചിട്ടുണ്ട്. അതിൽ ക്യാഷ് മേടിച്ച ഒരാൾ മാത്രമായിട്ട് 1500 രൂപ. 1500 രൂപ വാങ്ങിച്ച് പിന്നെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ എല്ലാ ദിവസം വിളിച്ചുകൊണ്ട് ഞാനും എൻ്റെ മര്യാദയൊക്കെ ഞാൻ കൊടുത്തു പോയി. നാളെ എന്തെങ്കിലും എന്നെ പറ്റി വാർത്തിടണ്ടല്ലോ എന്നോർത്ത് ഞാൻ പേടിച്ച് കൊടുത്തതാണ്. 1500 ആയതുകൊണ്ട് മാത്രം. 1 ലക്ഷം രൂപ ഞാൻ കൊടുക്കില്ലായിരുന്നു. മറ്റേ സാമ്പത്തികമായിട്ട് വന്നിട്ടില്ല. ചെറിയ എമൗണ്ട് ആയാലും റീചാർജ് ചെയ്യാൻ പൈസ ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കൊടുത്തുപോയി. അലന്റെ പ്രേക്ഷകരോടും കമന്റ് ഇടുന്നവരോടും ട്രോളർമാരോടൊക്കെ എന്താണ് ഇനി പറയാനുള്ളത്? മുമ്പോട്ടുള്ള അലന്റെ ഭാവിയിൽ അവരെന്തായാലും ഒരു ടേണിംഗ് പോയിന്റ് ആണല്ലോ. കാരണം എന്നെ ഇനി വിളിച്ചിട്ട് പറ്റിക്കാനായിട്ട് പറ്റത്തില്ല. ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. ഒരുപാട് പെൺകുട്ടികൾ വിളിക്കാറുണ്ട്, മെസ്സേജ് അയക്കാറുണ്ട്. പക്ഷേ ഒരുപാട് ആൾക്കാരെ കണ്ടും ഒരുപാട് ഗേൾസിൻ്റെ സൈക്കോളജി എനിക്ക് പിടികിട്ടി. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളൊരു വിവാഹത്തിലേക്ക് ഒരിക്കലും ഒരു മെസ്സേജിലൂടെ ഒരിക്കലും ഞാൻ എത്തില്ല. ഒരു ഫോൺ കോളിലൂടെ പോലും നേരിട്ട് കണ്ട് മനസ്സിലാക്കിയ വ്യക്തികളെ മാത്രമേ ലൈഫ് പാർട്ട്ണർ ആക്കുകയുള്ളൂ. പിന്നെ എൻ്റെ ഒരു കല്യാണം ഒരിക്കലും ആൾക്കാർക്ക് ഒരു എന്താ പറയുക കണ്ടന്റ് ആക്കാൻ കൊടുക്കില്ല. മെയിൻ കല്യാണങ്ങൾ അല്ലാണ്ട് പരസ്യത്തിന് വേണ്ടി പല ഷോർട്ട് ഫിലിമിന് വേണ്ടി ഞാൻ തലകെട്ടിന്നിരിക്കും. ഇപ്പം നാളത്തെ ദിവസം ഒരു ഷോർട്ട് ഫിലിമിൽ ഞാൻ തലകെട്ടുന്ന സീനുണ്ട് എന്നും പറഞ്ഞ് അതൊരിക്കലും ഒരു റിയൽ ലൈഫ് അല്ല. പക്ഷെ എൻ്റെ ലൈഫിലെ റിയൽ ലൈഫിലെ ഒരു എന്താ പറയുക പ്രഷ്യസ് ആയിട്ടുള്ളൊരു, പലർക്കും അത് പ്രഷ്യസ് അല്ല, പക്ഷെ എനിക്കത് പ്രഷ്യസ് ആണ്. കാരണം ഇത്രയും ഫെയിമിൽ നിന്നും നിൽക്കുമ്പോൾ ഒരു പെൺകുട്ടി എൻ്റെ ലൈഫിലേക്ക് റിയലായിട്ട് കല്യാണം കഴിച്ച് വന്നാൽ അതൊരിക്കലും കണ്ടന്റ് ആക്കില്ല. ചിലപ്പോൾ ഒരു പത്രപരസ്യം കൊടുത്തൊന്നിരിക്കും ഇത്രയും വിവാദമുള്ളതുകൊണ്ട്.